നമസ്കാരം സാർ. ആ നമസ്തേ അഞ്ജന. സുപ്രീം കോടതിക്ക് നട്ടെല്ലില്ല എന്ന് തമിഴ്നാട്ടിലെ നാഷണൽ ലാ യൂണിവേഴ്സിറ്റിയിലെ ഒരു നിയമ വിദ്യാർത്ഥി പറഞ്ഞിരുന്നു. എന്ത് കോണ്ടസ്റ്റിലാണ് അത് പറഞ്ഞത്? അതിനെതിരെ അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് സുപ്രീം കോടതിക്ക് നട്ടെല്ലില്ല എന്ന് പറയാൻ നട്ടെല്ലുള്ള ആൾക്കേ കഴിയൂ. പല ഭാഗത്തു നിന്നും ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാൻ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ പിൻവലിക്കില്ല, ഇനി ഒരിക്കലും പിൻവലിക്കില്ല, വരും വരായികൾ നേരിടാൻ ഞാൻ തയ്യാറാണ്, സുപ്രീം കോടതി ദൈവമല്ല എന്നൊക്കെ പറയാൻ നല്ല നട്ടെല്ല് മാത്രം പോരാ. കളിക്കുന്നത് ആരോടാണെന്ന വ്യക്തമായ ബോധ്യവും എന്ത് കളിയാണ് കളിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കളിക്കാൻ ഉപയോഗിക്കുന്ന ആയുധത്തിന്റെ ശക്തിയും എത്രയുണ്ടെന്ന് കൃത്യമായ അറിവ് വേണം. 2026 മാർച്ച് 14 തമിഴ്നാട് നാഷണൽ ലാ യൂണിവേഴ്സിറ്റിയിലെ ഫൈനൽ ഇയർ നിയമ വിദ്യാർത്ഥി ഋഷി കുമാർ ദ സുപ്രീം കോർട്ട് ഹാസ് നോ സ്പൈൻ എന്ന തലക്കെട്ടോടെ ഒരു ലേഖനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. NCERTയുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കിൽ കറപ്ഷൻ ഇൻ ദ ജുഡീഷ്യറി എന്ന അധ്യായം ചേർത്തതിനെതിരെ സുവമോട്ടോ കേസെടുത്ത സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ബെഞ്ച് പാഠപുസ്തകം ബാൻ ചെയ്യുകയും ആ ചാപ്റ്റർ ഡ്രാഫ്റ്റ് ചെയ്ത 3 അക്കാഡമിഷ്യൻസിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ഇനി മുതൽ സ്റ്റേറ്റ് അവരെ ഒരു കാര്യത്തിലും ഉൾപ്പെടുത്തരുത് എന്ന് ഉത്തരവ് ഇട്ടിരുന്നു. ഇതിനെതിരെയാണ് ഋഷികുമാർ പ്രതികരിച്ചത്. ഋഷികുമാറിന്റെ പോസ്റ്റിലെ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് ഡേറ്റ കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല, അതെല്ലായിടത്തും ലഭ്യമാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് ജുഡീഷ്യറിയിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് 4 പേജ് വരുന്ന റിപ്പോർട്ട് എനിക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു. എല്ലാ നന്മകളുടെയും അവസാന വാക്കാണ് കോടതി എന്ന ധാരണ സുപ്രീം കോടതി സ്വയം തിരുത്തണം. സുപ്രീം കോടതിക്ക് ഒരു പാഠപുസ്തകം ബാൻ ചെയ്യാനോ ഒരാളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനോ ഉള്ള നിയമപരമായ അവകാശമോ അധികാരമോ ഇല്ല. അങ്ങനെ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണ്. അത്തരം അടിച്ചമർത്തലുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയുടെ തന്നെ ധാരാളം വിധിന്യായങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. ആർട്ടിക്കിൾ 19(1)(a) അനുസരിച്ചുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നേരിട്ട് തടയാൻ ജുഡീഷ്യറിക്ക് ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 2 പ്രകാരം അധികാരമില്ല. ജുഡീഷ്യൽ സെൻസർഷിപ്പ് വഴി കോടതി പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും മറികടക്കുന്നു. ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം മാത്രമേ കോടതിക്കുള്ളൂ. എന്നാൽ ഇക്കാര്യത്തിൽ കോടതി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിലക്കുന്നു. അങ്ങനെ സ്വയം പാർലമെന്റായി മാറുന്നു. കൂടാതെ ജുഡീഷ്യറി പാസാക്കിയ ആ വിലക്കിനെ സ്വയം റിവ്യൂ ചെയ്യുന്നു. ഒരുതരം പവർ ബ്രോക്കറിംഗ് ആണ് ജുഡീഷ്യറി നടത്തിയത്. പൗരന്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കോടതിയുടെ അധികാരം ഉപയോഗിച്ച് കോടതി സ്വന്തം റെപ്യൂട്ടേഷനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു. കോട്ട്, ഫ്രീ സ്പീച്ച് ഷുഡ് ബി മെഷേർഡ് ബൈ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് റീസണബിൾ, strong-minded, firm and courageous men, and not those of weak and vacillating minds, nor of those who send danger in every hostile point of view. പക്ഷെ ജുഡീഷ്യറിക്കെതിരെ ഒരു പരാമർശം ടെക്സ്റ്റ് ബുക്കിൽ വന്നപ്പോൾ തങ്ങൾ എഴുതിയ വിധിന്യായങ്ങളുടെ അന്തസത്ത പോലും കോടതി മറന്നുപോയി. പുസ്തകം ബാൻ ചെയ്തതിനേക്കാൾ നിയമവിരുദ്ധമാണ് ആ ചാപ്റ്റർ ഡ്രാഫ്റ്റ് ചെയ്ത അക്കാഡമിഷ്യൻസിനെതിരെ കോടതി ഇട്ട ഉത്തരവ്. കോട്ട്, there is no doubt that they had deliberately, knowingly misrepresented the facts എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഈ ചാപ്റ്റർ തയ്യാറാക്കിയവരുടെ ഭാഗം കേൾക്കാതെയാണ് കോടതി അവർക്കെതിരെ ഗുരുതരമായ കുറ്റം ചാർത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ആ അക്കാഡമിഷ്യൻസിന് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ആദ്യം ശിക്ഷ, പിന്നീട് കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള അവസരം. റൈറ്റ് ടു ബി ഹേർഡ് എന്ന നാച്ചുറൽ ജസ്റ്റിസിന്റെ നഗ്നമായ ലംഘനമാണിത്. ആദ്യം ശിക്ഷ വിധിക്കുകയും
പിന്നെ സ്വന്തം ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകുകയും ചെയ്യുക എന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള പൗരന്റെ അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ 21-ാം ആർട്ടിക്കിളിന്റെ ലംഘനമാണ്. ഋഷികുമാറിന്റെ പോസ്റ്റ് ഏറെ അസ്വസ്ഥരാക്കിയത് ചില ജഡ്ജിമാരെയും അതിലേറെ നാഴികയ്ക്ക് 40 വട്ടം മിലോഡ് മിലോഡ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കോടതിയിൽ താണു വണങ്ങി നിൽക്കുന്ന അഭിഭാഷകരെയുമാണ്. നിയമം അറിയാവുന്ന അഭിഭാഷകർക്കൊക്കെ അറിയാം ഇക്കാര്യത്തിൽ സുപ്രീം കോടതി കാണിച്ചത് അമിതാവേശവും നിയമലംഘനവുമാണെന്ന്. പക്ഷേ അവരൊന്നും ഒരിക്കലും കോടതിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയോ തെറ്റ് ചെയ്യുന്ന ജഡ്ജിമാർക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യില്ല. കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, പല അഴിമതി കഥകളിലും അഡ്വക്കേറ്റുമാർക്കും പങ്കുണ്ട്. രണ്ട്, ജഡ്ജിമാരുടെ അപ്രീതി സമ്പാദിച്ചാൽ സ്വന്തം കേസുകളെ അത് ദോഷകരമായി ബാധിക്കുമോ എന്ന കച്ചവടക്കാരന്റെ ഉത്കണ്ഠ. ഏതായാലും ധാരാളം പരാതികളും ഉത്കണ്ഠകളും തമിഴ്നാട് നാഷണൽ ലാ യൂണിവേഴ്സിറ്റി അധികൃതരുടെ പക്കലെത്തി. യൂണിവേഴ്സിറ്റി അധികൃതർ ഋഷികുമാറിനോട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ഇമെയിലിലൂടെ ആവശ്യപ്പെട്ടു. എന്നാൽ നോട്ട് നൗ നോട്ട് എവർ എന്നാണ് ഋഷികുമാർ യൂണിവേഴ്സിറ്റിക്ക് മറുപടി നൽകിയത്. യൂണിവേഴ്സിറ്റി ആദ്യം തന്നെ ഇമെയിൽ വഴിയാണ് ബന്ധപ്പെട്ടതെന്നും താൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ടെന്നും ഋഷികുമാർ പറയുന്നു. അല്ലാതെ യൂണിവേഴ്സിറ്റി അധികൃതരെ ഇക്കാര്യത്തിൽ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും അവർ നിയമ നടപടികളുമായി മുമ്പോട്ട് പോയാൽ നിയമപരമായി തന്നെ അത് നേരിടുമെന്നും ഋഷികുമാർ വ്യക്തമാക്കുന്നു. സുപ്രീം കോടതിയുടെ നടപടികളെ പണ്ടും പലരും വിമർശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സീനിയർ അഭിഭാഷകനും സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന ദുഷ്യന്ത് ദുബെ. കോവിഡ് കാലത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ കാണാതെ അതിലെന്തെങ്കിലും ക്രിയാത്മകമായ നടപടി എടുക്കാതെ ടാറ്റയുടെ അധികാരം സൈറസ് മിസ്ട്രിക്കോ ടാറ്റയ്ക്കോ എന്ന പ്രശ്നത്തിൽ വാദം കേൾക്കാനായിരുന്നു സുപ്രീം കോടതിക്ക് വ്യഗ്രതയെന്നും കോടതി ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്നുവെന്നും ദുഷ്യന്ത് ദാവെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആസാം മുഖ്യമന്ത്രിയായിരുന്ന ഹിമന്ത ബിശ്വാസിന്റെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേസെടുക്കാതിരുന്ന സുപ്രീം കോടതിയുടെ നടപടിയെ ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് ദുബെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല ആ പ്രവൃത്തിയിലൂടെ സുപ്രീം കോടതി കോട്ട് ലെറ്റ് ഡൗൺ 1.4 ബില്യൺ ഇന്ത്യൻസ് അൺകോട്ട് എന്നും ദുബെ പറഞ്ഞു. ഏതായാലും ഋഷികുമാർ ഉയർത്തിയിരിക്കുന്ന പോരാട്ടം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് 2-3 കാരണങ്ങളാണ്. ഒന്ന്, അയാൾ ഒരു നിയമ വിദ്യാർത്ഥിയാണ്. ഇപ്പോഴും നിയമം എന്തെന്നറിയാതെ ലാ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി MPയും MLAയും പ്രഗത്ഭ അഡ്വക്കേറ്റുമാരും ആയി വിലസുന്ന നമ്മുടെ നാട്ടിൽ നിയമ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ നിയമം മനസ്സിലാക്കാനും നിയമം വ്യാഖ്യാനിക്കാനും തൻ്റെ ഇടത്തോടെ നിയമത്തെക്കുറിച്ച് സംസാരിക്കാനും അയാൾക്ക് കഴിവുണ്ട്. 2, അയാൾ തിരഞ്ഞെടുത്ത പോരാളി സുപ്രീം കോടതിയാണ്. ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചിന്റെ ഉത്തരവിനെയാണ് അയാൾ നിയമവിരുദ്ധമെന്ന് അക്കമിട്ട് നിർത്തുന്നത്. ഇത് ചില ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾ വളരെ വളരെ ഉയരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പലരും സുപ്രീം കോടതി ജഡ്ജിമാരുൾപ്പെടെ എത്രമാത്രം വിമർശനങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നവരാണ് എന്ന വസ്തുത. സുപ്രീം കോടതിയിൽ അഴിമതി ഉണ്ട് എന്ന് ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നാൽ അത് തയ്യാറാക്കിയവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് അവർക്കറിയാവുന്ന വിവരം അവരിൽ നിന്ന് ശേഖരിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നില്ലേ സുപ്രീം കോടതി ചെയ്യേണ്ടിയിരുന്നത്? അന്വേഷണത്തിൽ ജുഡീഷ്യറിയിൽ അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അത് തിരുത്തുകയായിരുന്നില്ലേ വേണ്ടത്? അല്ലാതെ ജുഡീഷ്യറിയിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ പാഠപുസ്തകം മുഴുവനായും ബാൻ ചെയ്യുകയും ആ ചാപ്റ്റർ എഴുതിയ അക്കാഡമിഷ്യനെ ബാൻ ചെയ്യുകയുമാണോ? വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ നിയമം ഉള്ള നാടല്ലേ നമ്മുടേത്? ജുഡീഷ്യറി എല്ലാ നിയമത്തിനും മുകളിലാണോ? ഋഷികുമാറിന്റെ നട്ടലുള്ള അപ്രോച്ച് ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ പരമാധികാരി പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ചീഫ് ജസ്റ്റിസോ അല്ല, അത് ഭരണഘടനയാണ്. ഭരണഘടന പോലും പൗരന്മാർക്ക് വേണ്ടി പൗരന്മാർ ഉണ്ടാക്കിയതാണ്. പരമാധികാരി ജനങ്ങളാണ്, വി ദ പീപ്പിൾ. അവർക്ക് അവരുടെ പൊതുസേവകരായ ആരെയും, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ആരെയും വിമർശിക്കാൻ അധികാരമുണ്ട്. ഋഷികുമാറിനോട് എല്ലാ ബഹുമാനത്തോടും കൂടി ഒരു പ്രണാമം.